നമസ്കാരം. ധനവർദ്ധനവിനും കുടുംബ ഐശ്വര്യത്തിനും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താം. സാധാരണ കർക്കിടക മാസമായ മാത്രമേ എല്ലാവരും ഭഗവതി സേവയൊക്കെ ചെയ്യാറുള്ളൂ. ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ എല്ലാ അമ്പലങ്ങളിലും നിർബന്ധമായിട്ട് ചെയ്യും. എല്ലാവരും അതിൽ ചെല്ലും. കർക്കിടക മാസത്തിൽ മാത്രമല്ല, കർക്കിടകം വന്നു പോകുന്നതിന് മുൻപും പിമ്പും ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ സന്താനങ്ങൾക്കൊക്കെ ഐശ്വര്യം വർദ്ധിക്കാനായിട്ട്, തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രണ്ട് കർമ്മങ്ങളാണ് ഗണപതി ഹോമവും ഈ പറയുന്ന ഭഗവതി സേവയും. ഇനി ഇതിന് ഒരു ആചാര്യനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു വ്യക്തിയെ വിളിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കഴിവുള്ളവർക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ ഗ്രഹനാഥൻ്റെയോ ഗ്രഹനാഥയുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒരുപാട് പണമൊന്നും അതിനു വേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ല. ആചാര്യൻ്റെ ഉപദേശം അനുസരിച്ച്, ഏതെങ്കിലും ഒരു ആചാര്യനിൽ നിന്ന് ദീക്ഷയെടുത്ത് ആചാര്യൻ്റെ ഉപദേശം അനുസരിച്ച് വിവിധ മന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്നതിനും വിരോധമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ കുറച്ച് കുട്ടികൾക്ക് അസുഖങ്ങളുണ്ട്, നിരന്തരമായിട്ട് ആശുപത്രി വാസമുണ്ട്, രോഗവിമുക്തി വേണം, അതിന് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഗണപതി ഹോമമുണ്ട്. അപ്പോൾ ഭഗവതി സേവയും ഗണപതി ഹോമം നിങ്ങൾക്ക് തന്നെ പഠിച്ച ഒരു ആചാര്യൻ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ചോദിക്കും, ക്ഷേത്രത്തിൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഐശ്വര്യത്തിനായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഗണപതി ഹോമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഞാൻ ചെങ്കണപതി ഹോമം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പല സ്ത്രീകളും അത് ചെയ്യാറുണ്ട്. ഞായറാഴ്ച ആദിത്യ പൊങ്കാല ഞാൻ പറഞ്ഞിട്ട് പലരും അത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അത് ഗുണം കിട്ടിയെന്ന് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ ചെങ്കണപതി ഹോമമൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കൈവരിക്കാൻ സാധിക്കാറുണ്ട്. നാളികേരം, ശർക്കര, എള്ള്, അപ്പം, അട, മലര്, ഗണപതി നാരങ്ങ, കരിമ്പ്, തേന്, ഇവയൊക്കെയാണ് നമ്മൾ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന അഷ്ടദ്രവ്യങ്ങൾ. നാളികേരം നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം ഗണപതി ഹോമത്തിന്, അത്രയും നല്ലതാണ്. അത് 12, 108, 36, 336, 1008 എന്ന കണക്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇത് പഠിച്ചിട്ട്, ഏതെങ്കിലും ഇപ്പോൾ അമ്മയോ അച്ഛനോ കുടുംബനാഥനോ ഗ്രഹനാഥനോ ഇത് പഠിച്ച് ആചാര്യവിധി അനുസരിച്ച് പഠിച്ചൊരു മന്ത്രം ദീക്ഷയെടുത്ത് വീട്ടിൽ തന്നെ ചെയ്യുകയും, അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി വീട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ചുറ്റുപാടിരുന്ന് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഗുണത്തിനും കുടുംബത്തിനും മക്കളുടെ ശ്രേയസ്സിനും ഒക്കെ നല്ലതാണ്. അതിൻ്റെ സംഖ്യ എങ്ങനെ വേണമെന്ന് മാത്രം വർദ്ധിപ്പിച്ചാൽ മതി. അതിന് പ്ലാവിൻ്റെ വിറകും തെങ്ങിൻ്റെ വിറകുമാണ് നമ്മൾ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ധനവർദ്ധനവും ഒക്കെ ഉണ്ടാവും. സാധിക്കുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അസുഖത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം എന്നുള്ളത് നോക്കിയതിന് ശേഷം ഗണപതി മന്ത്രം ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതൊരു ആചാര്യനിൽ നിന്ന് ദീക്ഷയായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ.